സുഹൃത്തുക്കളെ, ഇപ്പം ഷോർട്ട് വീഡിയോസിൻ്റെ കാലമാണ്. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബ് ഷോർട്ടാണെങ്കിലും ടിക്ടോക്കിലാണെങ്കിലും എല്ലാവരും ഷോർട്ട് വീഡിയോസാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിലൊന്നും അധികം ഷോർട്ട് വീഡിയോസ് വരാറില്ല. അപ്പോൾ ഇനിയും തൊട്ട് കുറച്ച് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അതുകൊണ്ട് ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ഷോർട്ട് വീഡിയോസ് ഇനി മിക്ക സമയങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ കാണും. ഒരു ഫോൺ കോൾ വരുന്നുണ്ട്, ഒന്ന് പെട്ടെന്ന് എടുക്കട്ടെ. ഹലോ, ആ പുറവശത്തോട്ടാണോ? ഓക്കെ ഇപ്പോൾ എത്താം കേട്ടോ. ഷോർട്ട് വീഡിയോസിൻ്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഒരു വീഡിയോ ഒന്നും വേറെ ആരുമല്ല, നമ്മുടെ അളിയൻ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്. പുള്ളി എന്നോട് നമ്മുടെ വീടിൻ്റെ പുറവശത്തോട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കാൻ മതി, എന്തെങ്കിലും അവിടെ നിന്ന് തരാനായിരിക്കും. എന്താണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് പോയി നോക്കാം. കമോൺ. അപ്പോൾ പുള്ളി ഇതുവഴി പുറകിൽ കൂടെ ഒന്ന് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഒരു കാര്യം അവിടെ തരാനായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മളൊരു പഴയ ചെയർ വിട്ടിട്ടുണ്ട്. കാരണം അങ്ങോട്ട് എത്തി നോക്കാനും അവിടെ നിന്ന് എന്തെങ്കിലും സാധനം മേടിക്കാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കാനുമാണ് ഇത് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് നിന്നിട്ട് പുള്ളി എന്താണ് നമുക്ക് വേണ്ടി തരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹലോ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അളിയൻ എന്തെങ്കിലും ഇത് പുറകെ കൂടെ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരാനായിരിക്കും. ഇന്ന് തന്നെ തരാനുള്ളത്. ഇപ്പോൾ പയർ കൃഷിയൊക്കെ ഇല്ലേ? കുറച്ചുണ്ടല്ലേ? പയറും പിന്നെ വേറെ എന്നാക്കേണ്ട കൃഷി? ബീൻസ് ഉണ്ട്, തക്കാളി ഉണ്ട്, മറ്റേ നിത്യവഴുതനയുണ്ട്, അത്യാവശ്യം കാര്യങ്ങളുണ്ട്. അന്നേരം അപ്പോൾ ആണല്ലേ? അപ്പോൾ നമുക്ക് ഒന്നാന്തരം പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ജിഷയുടെ കൊണ്ട് കൊടുക്കുക. മെഴുക്കുരുട്ടില്ലേ, മെഴുക്കുരുട്ടിക്ക് പറ്റിയ സാധനമാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു കേട്ടോ ജിഷേ. സൂപ്പർ പയർ കിട്ടിയിട്ടുണ്ട് ജിജോടെ. ഫ്രഷാ വള്ളിപ്പയർ. അപ്പോൾ ഞാൻ പറയായിരുന്നു നമ്മൾ വെളിയിൽ നിന്ന് ജിജോ പുറകോട്ട് കുറഞ്ഞ് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരാനായിരിക്കും. അപ്പോൾ ഇത് ജിജോ പുറകോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അത് ഈ സമയത്താണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജിജോ അവിടെ വളമിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. സാധനങ്ങൾ ഇങ്ങോട്ട് പോലും. കാരണം ജിജോയ്ക്ക് ഇത് കൃഷിയോടെന്ന് പറയുന്ന കൃഷി താല്പര്യമുണ്ട്. പക്ഷെ പുള്ളി കഴിക്കുകയില്ല, പെങ്ങളെ കഴിപ്പിക്കും. അപ്പോൾ ഒരു കാര്യം നമുക്ക് കഴിവിച്ചാലോ? കറി വെക്കാം. നമുക്ക് ഒന്ന് പുറത്ത് വരെ പോയിട്ട് വന്നു. അതെ, ഞങ്ങൾ പുറത്ത് പോകാൻ ഒരുങ്ങി. പുറത്ത് വന്നിട്ട് നമുക്ക് ഒന്നാന്തരം പയർ മെഴുക്ക് വരട്ടി അല്ലേ? ഓക്കെ, ഒന്നാന്തരം മെഴുക്ക് വരട്ടി. ഇപ്പോൾ ജിഷ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുകയാണ്. നല്ല ഫ്രഷ് പയറാണ്, നല്ല ഓർഗാനിക് പയറാണ്. ഇവിടങ്ങളിൽ ഇങ്ങനെയൊന്നും കിട്ടാറില്ല. ഇങ്ങനത്തെ പയറൊക്കെ നമ്മൾ ഇവിടെ ദാനവും ഇപ്പോൾ കിട്ടാറുണ്ടോ അല്ലേ? നമ്മൾ മേടിച്ച് എനിക്കൊരു അറിവില്ല. പക്ഷേ എന്നാണെങ്കിലും ഉള്ള അല്ലെങ്കിൽ ഫ്രോസൺ ആണ് കിട്ടുന്നത് കേട്ടോ, നാട്ടിൽ നിന്ന് വരുന്നതൊക്കെ. പക്ഷേ അതായത് ഒന്നാന്തരം പയർ മെഴുക്ക് വരട്ടി ഇതാണല്ലോ, അടിപൊളി സാധനം, സൂപ്പർ.